ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹിസസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടാവുന്ന ഒരു 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ചെറിയ ഫേസ് പാക്കാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നമ്മുടെ വെയിലത്തു നിന്നൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ, പുറത്തുനിന്നൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു റിസൾട്ട് വേണമെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് നോക്കും. ട്രസ്റ്റ് മീ ഗായ്സ്, സൂപ്പറാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഗായ്സ്, ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഉലുവയും പാലും. തലേ ദിവസം തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ച ഉലുവയാണ് കേട്ടോ പാലിനകത്ത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാത്രി ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് കിടക്കാൻ മറക്കരുത്. അപ്പോഴാണ് വെളുപ്പിന് അത് നന്നായിട്ട് കുതിരുള്ളൂ. ഓക്കെ, ഈ ഒരു ഫേസ് പാക്ക് തേക്കുന്നതോടെ നിങ്ങളുടെ മുഖം നന്നായി ബ്രൈറ്റ് ആവാൻ സഹായിക്കും കേട്ടോ. നമ്മളിത് മിക്സിക്കകത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ. മുഖത്തിന് തേക്കാവുന്ന ഒരു ഇതിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ ആയിട്ട് അരച്ചെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് തേച്ച് നോക്കാമല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിലോ പൊടികളുണ്ടെങ്കിലോ അത് ഇതിലൂടെ തേക്കുമ്പോൾ നമുക്ക് കൂടുതൽ അത് ഫേസിൻ്റെ ഉള്ളിലോട്ട് എഫക്റ്റ് ചെയ്യും. സോ ഫേസൊക്കെ നന്നായി കഴുകി നമ്മളിത് തേച്ച് കൊടുക്കാം കേട്ടോ. നന്നായി ഞാൻ പകുതിയാണ് തേക്കുന്നത്, മുഖത്തിൻ്റെ പകുതിയിൽ. കാരണം നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ ഞാൻ ഫേസിൻ്റെ ഇപ്പുറത്ത് തേക്കുന്നില്ല. സോ ഒരു ഭാഗത്ത് മാത്രമാണ് തേക്കുന്നത്. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉലുവ നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മുടി സംരക്ഷണത്തിനും എല്ലാം ഒരുപോലെ സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പം ഞാൻ ഫേസിൻ്റെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. ഞാൻ ഒരു കയ്യിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കൊരു 20 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തിട്ട് കഴുകാം. ഓക്കെ ഗൈസ്, ആഫ്റ്റർ 20 മിനിറ്റ്സിന് ശേഷം ഞാനിത് കളയുവാണ്. കുറച്ചും കൂടി നേരം വയ്ക്കായിരുന്നു, പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. കണ്ടോ എന്തൊരു മാറ്റമാണെന്ന് നോക്കിയ ഗൈസ്, സൂപ്പറാണേ. അപ്പുറം ഇപ്പുറം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. സോ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഇത് മുഖത്തുണ്ടാകുന്ന ചുളിവുകൾക്കും നല്ലൊരു പരിഹാരമാണ് കേട്ടോ. മുഖത്തിന് ചെറുപ്പം നൽകുന്ന ഒന്നാണിത്. അതുപോലെ തന്നെ ചർമ്മ സുഷിരങ്ങൾ അടഞ്ഞുണ്ടാകുന്ന മുഖക്കുരുവിനും ഇത് നല്ലൊരു ക്ലെൻസറായിട്ട് പ്രവർത്തിക്കുന്നു കേട്ടോ. മുഖത്തിന് തിളക്കം നൽകാനും മൃദുത്വം നൽകാനും എല്ലാം ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഉലുവ. അപ്പം നിങ്ങൾക്കിപ്പോൾ പാലില്ലെങ്കിൽ വെള്ളത്തിൽ ചുമ്മാ സോക്ക് ചെയ്തിട്ട് മുഖത്ത് തേച്ചാലും റിസൾട്ട് കിട്ടും കേട്ടോ. ഇതും അതേപോലെ അതും നേരെ മുടിക്കെടുത്ത് തേച്ചാലും മുടിക്കും ഇത് ഗുണം തന്നെയാണ്. ഉലുവ എങ്ങനെ നമ്മൾ മേലെ പരീക്ഷിച്ചാലും നല്ലൊരു ഗുണമുള്ള സാധനമാണ് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഇനി നെക്സ്റ്റ് കൈ കാണിച്ചു തരാം. ഇവിടെ എനിക്ക് ഫോൺ വെക്കുന്ന ആ സ്റ്റാൻഡ് കേടായിപ്പോയി. സോ എനിക്കിങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു 4 ടൈമെങ്കിലും തേക്കാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കണ്ട. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു 2 സാധനങ്ങൾ വെച്ചിട്ടല്ലേ നമ്മളിത് ചെയ്തത്. ഈസിയാണ്. അതേപോലെ തന്നെ പെട്ടെന്നൊരു ഗ്ലോ കിട്ടണമെങ്കിൽ മുഖം നന്നായി ബ്രൈറ്റ് ആയി തോന്നിപ്പിക്കാനും പറ്റിയൊരു ഫേസ് പാക്ക് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ബൈ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ